ആനകളെക്കുറിച്ചും കടുവകളെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇന്നത്തേത്. ആനയും കടുവയും മാത്രമല്ല ഒരുപാട് വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ഒക്കെ ഉള്ളൊരു സഫാരിയാണ്. അപ്പോൾ സഫാരി പോയിക്കൊണ്ട് കാട്ടിൽ നിന്ന് ആനയും കടുവയൊക്കെ കണ്ടുകൊണ്ട് അവയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. മുൻപത്തെ വീഡിയോകളിലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാട്ടിൽ കയറുമ്പോൾ പെട്ടെന്ന് കടുവയുടെ മുന്നിൽ പെട്ടാൽ എന്നാ ചെയ്യും, അല്ലെങ്കിൽ ആനയുടെ മുന്നിൽ പെട്ടാൽ എന്നാ ചെയ്യും, കടുവ മനുഷ്യരെ ആക്രമിക്കത്തില്ലേ, കടുവയ്ക്ക് മനുഷ്യരെ പേടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെയുള്ളൊരു ആൻസറും കൂടെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണാം. സഫാരി തുടങ്ങുന്നതിന് മുന്നേ വലിയൊരു മഴ പെയ്തു മാറിയതേ ഉള്ളൂ. നനഞ്ഞു കിടക്കുന്ന റോഡിലൂടെ സഫാരി വാഹനം കണ്ടിട്ട് മാൻകൂട്ടങ്ങൾ ഓടി മാറുന്നതുണ്ടോ. തൽക്കാലത്തേക്ക് മഴയൊന്നും മാറിയെങ്കിലും മൊത്തത്തിൽ നല്ല ഇരുണ്ട് മൂടി കിടക്കുവാണ്, ഏത് സമയവും പെയ്യാൻ പാകത്തിന്. അപ്പോൾ മഴ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും സഫാരി തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും മഴ മാറി നിന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മെയിൻ സൈറ്റിംഗ് വൈൽഡ് ഡോഗാണ്. വൈൽഡ് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുപട്ടി അല്ലെങ്കിൽ ദോളെന്നും പറയും കേട്ടോ. ഇത് പ്രധാനമായിട്ടും ഇതുപോലെ കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഇതിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അടുത്ത് കാണുമ്പോൾ തന്നെ ക്യൂട്ടല്ലേ. കാണുമ്പോഴുള്ള ഈ ക്യൂട്ട്നെസ് സ്വഭാവത്തിലൊട്ടും ഇല്ലാത്ത കൂട്ടരാണ് കേട്ടോ വൈൽഡ് ഡോഗ്സ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കൂട്ടമായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടത്തെ പാക്ക് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു പാക്കിൽ പൊതുവെ 2 മുതൽ 20 വരെ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വലിയ ഗ്രൂപ്പുകളും ചെറിയ ഗ്രൂപ്പുകളായിട്ടും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടേക്കുന്നത് 2 ഒരു ചെറിയ കൂട്ടമാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട്, അതായത് നാഗർഹോളെ സഫാരിയിൽ ഈ റോഡ് സൈഡിൽ സ്ഥിരമായിട്ട് വൈൽഡ് ഡോഗ്സിനെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഇതിനെ കിട്ടിയേക്കുന്നത്. മിക്കവാറും ഇത് 2 ആയിരിക്കില്ല. ഇവിടെ ഈ കാണുന്ന പായ്ക്ക് കൂടുതൽ എണ്ണം ഉള്ളതാണ് കേട്ടോ. മഴ മൊത്തത്തിൽ മാറിയും തോന്നുന്നു. ഏതായാലും വൈകുന്നേരത്തെ സഫാരി ആയതുകൊണ്ട് തന്നെ ഏത് സമയം നമുക്ക് ഇനിയും മഴ പ്രതീക്ഷിക്കാം കേട്ടോ. തൽക്കാലം ചെറിയ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. റോഡ് സൈഡിലായിട്ട് ഇതേ വലിയൊരു ആനക്കൂട്ടം. നമുക്ക് അതിൻ്റെ തലവത്തിയാന്ന് തോന്നി ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതും വലുതും കൊമ്പനും ഒക്കെ ആയിട്ട് വലിയൊരു ആനക്കൂട്ടം തന്നെയാണ്. അങ്ങോട്ടേക്കൊക്കെ മാറിയിട്ട് കുറേ എണ്ണം നിൽപ്പുണ്ടേ. അതിൽ 2-3 എണ്ണം നമ്മൾ വണ്ടി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന വേറെ ജീവികൾ ഉണ്ടാവില്ല ആനയുടെ അത്രയും. ഏകദേശം 16 മുതൽ 20 മണിക്കൂർ വരെ ആനകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവഴിക്കുന്നത്. ഇത്രയും സമയം കൊണ്ട് ഏകദേശം 150 മുതൽ 200 കിലോഗ്രാം, അതായത് ഏകദേശം 1.5-2 കിൻഡലോളം ഭക്ഷണം ആന ഒരു ദിവസം കഴിക്കുന്നുണ്ടെന്നാണ് കേട്ടോ കണക്ക്. അത് പോരാത്തതിന് 200ഓളം ലിറ്റർ വെള്ളവും ആന കുടിക്കാറുണ്ട് കേട്ടോ ഒരു ദിവസം. അതിശയിപ്പിക്കുന്ന കണക്കുകളാണല്ലേ. അതുകൊണ്ടാണ് ഇവർ ദിവസം മുഴുവൻ ഇങ്ങനെ നടന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും ഭക്ഷണം അത്രയും വലിയ ശരീരത്തിന് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കൊമ്പനും കുട്ടികളും ഒക്കെയുള്ള കൂട്ടമാണ്. പക്ഷേ ഇത് വേറൊരു കൊമ്പനാണ്. ഇത് ആ കൂട്ടത്തിലൊന്നും പെടാതെ കുറച്ച് ദൂരം ഇപ്പുറത്തേക്ക് മാറി ഒറ്റയ്ക്ക് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിലും ആന പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മീറ്റിങ്ങിനൊക്കെ സമയമായി കഴിഞ്ഞാൽ കൊമ്പന്മാരെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അങ്ങനെ ആ പുറത്താക്കുന്ന ആനകളാണ് ഒറ്റയാന്മാരായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അതുങ്ങൾ വേറൊരു ആനക്കൂട്ടത്തെ കണ്ടുപിടിച്ച് അതുങ്ങളുടെ, അതായത് ഈ ആന ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരിക്കലും മേറ്റ് ചെയ്യില്ല. വേറെ ഏതെങ്കിലും ഒരു കൂട്ടത്തെ കണ്ടുപിടിച്ച് ആ കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ മറ്റൊരു കൂട്ടത്തിൻ്റെ കൂടെയായിരിക്കും ആന നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒറ്റയാനായിട്ട് അലഞ്ഞു തിരിയും. അങ്ങനെയാട്ടോ ആനകളുടെ ഒരു സ്വഭാവം. പിന്നെ കൂട്ടത്തിൽ ചെറിയ കൊമ്പന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ കൊമ്പന്മാരുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും കൂട്ടത്തിൽ നിന്ന് ഇതുപോലെ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് ഈ കൂട്ടത്തിൽ വന്ന് ചേർന്നേക്കുന്ന ആനകളായിരിക്കും. അത് തൽക്കാലത്തേക്ക് മാത്രമേ ആനക്കൂട്ടത്തിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ആനയുടെ കൂട്ടത്തിൽ ശരിക്കും ആ കൂട്ടത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് തലമൂത്ത അല്ലെങ്കിൽ മുതിർന്ന പിടിയാന തന്നെയാണ് കേട്ടോ. കാട്ടിലെ ആനകൾക്ക് ഏകദേശം 60 മുതൽ 70 വയസ്സ് വരെയൊക്കെ ആട്ടോ ആയുസ് ഉണ്ടാവുക. അപ്പോൾ ആനകൾക്ക് പൊതുവേ ഒരു ഗർഭകാലത്തിൽ ഒരൊറ്റ കുട്ടിയെ ഉണ്ടാവാറുള്ളൂ. അതും ഗർഭകാലം ഭയങ്കര ലെങ്തിയാണ്. ശരിക്കും 18 മുതൽ 22 മാസം വരെയൊക്കെ കേട്ടോ ആനയുടെ ഗർഭകാലം. ഉണ്ടോ, ഇതൊരു ഗർഭിണിയായ ആനയാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു രസകരമായ കാര്യം, പൊതുവേ ഒരു 3-4 വയസ്സ് വരെയൊക്കെ ആനക്കുട്ടിയെ അമ്മ തന്നെയാണ് നോക്കുന്നതെങ്കിലും ആ ആനക്കൂട്ടത്തിലെ സബ് അഡൾട്ടായിട്ടുള്ള മറ്റ് ഫീമെയിൽ ആനകൾ ഈ ആനക്കുട്ടിയെ പരിചരിക്കാറുണ്ട് കേട്ടോ. അതിനെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഫിനോമിനൻ അല്ലെ ആ ഒരു പ്രോസസ്സിനെ പറയണത് അലോ മദറിങ് എന്നാണ് കേട്ടോ. കൂട്ടത്തിൽ കുട്ടിയാനകളുണ്ടെങ്കിൽ ആ കൂട്ടത്തിലെ ആനകൾ ഭയങ്കര കെയർഫുള്ളായിരിക്കും. നോക്കി പുള്ളിക്കാരത്തി കുറേ നേരമായിട്ട് നമ്മളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ അത്യാവശ്യം ദൂരത്തിലാണെങ്കിലും അവരുടെ ഒരു എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ട്. അത് ആ കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് അതിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടി എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ. നമ്മൾ വളരെ ദൂരത്തിലായതുകൊണ്ട് നമ്മളെക്കൊണ്ട് വലിയ ശല്യമില്ലെന്ന് കണ്ടതുകൊണ്ടും അത് കുറച്ച് റിലാക്സ്ഡ് ആണ്. പക്ഷെ എന്നാൽ നമ്മൾ നിൽക്കുന്ന റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കുറേ ദൂരത്തിൽ മാറിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് വേറൊരു സഫാരി ജീപ്പ് വരുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരത്തിൽ മാറി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. പക്ഷേ വേറൊരു സഫാരി വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടത് എല്ലാം കയറിപ്പോയി.
ഇത് നാഗർഹോളെ ടൈഗർ റിസർവിനകത്ത് നാനാച്ചി ഗേറ്റിലുള്ള ജിപ്സി സഫാരിയാണ്. ജയലാറിൻ്റെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് നടത്തുന്ന ജിപ്സി സഫാരിയാണ്. ഒരു ജിപ്സിയിൽ 9 പേര് വരെ പറ്റും കേട്ടോ. നാഗർഹോളയിലായാലും ബന്ദിപ്പൂരായാലും 3 മണിക്കൂർ ദൈർഘ്യമുള്ള ജിപ്സി സഫാരീസ് ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സൈറ്റിങ്സിന് സാധ്യതയുള്ളത്. ഇത് നമ്മൾ പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു കൂട്ടം ശവന്തീനി കഴുകന്മാർ എന്തോ കൊത്തിവരിച്ച് തിന്നുവാണേ. ചത്ത് കിടക്കുന്ന മ്ലാവോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കാട്ടിലെ സ്കാവഞ്ചേഴ്സ് ആണല്ലോ ഇവർ, അതുകൊണ്ട് തന്നെ ഇവർ ശവമോ മറ്റുമൊക്കെ കുത്തിപ്പറിച്ച് തിന്ന് കാട് ക്ലീൻ ആക്കുകയാണ്. കടുവയോ കാട്ടുപട്ടിയോ മറ്റോ കൊന്നിട്ടിട്ടേക്കുന്ന മ്ലാവിൻ്റെ സമ്പാർ ഡിയറിൻ്റെ അവശിഷ്ടങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അവന്മാർ. ശവന്തീനി കഴുകന്മാരുടെ ഇടയിലോട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ? ലെസർ അഡ്ജറ്റൻറ്റ് സ്റ്റോർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ വയൽ നായ്ക്ക് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു കൊറ്റിവർഗത്തിൽപ്പെട്ട പക്ഷിയാട്ടോ. ഈ 2 പക്ഷികൾക്കും, അതായത് കഴുകനും ഈ പറഞ്ഞ വയൽ നായ്ക്കിനും ഒരു പ്രത്യേകതയുണ്ട്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ വരുന്ന കേട്ടോ. അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ്. ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന കാറ്റഗറിയിൽപ്പെട്ട 2 പക്ഷികളാട്ടോ ഇത്. ഈ കഴുകന്മാരെ നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഡ്രംഡ് വൾച്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ ചുട്ടിക്കഴുകൻ എന്നറിയപ്പെടുന്ന കഴുകനാണ്. നമ്മുടെ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക കഴുകന്മാരും ഇതുപോലെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ പെടുന്നത് തന്നെയാണ്. അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴുകന്മാർ തന്നെയാട്ടോ. ഏതായാലും നമ്മുടെ ഈ സ്റ്റോക്ക് വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ മെല്ലെ അങ്ങ് നടന്നു പോയി കേട്ടോ. പുള്ളി ഇതിനകത്തോട്ട് കയറി ഇടപെട്ടില്ല അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കോട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാവഞ്ചർ വർഗ്ഗത്തിൽ പെട്ടതല്ല കേട്ടോ. പിന്നെ 2 പേരും വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നതല്ലേ, വഴക്കുണ്ടാക്കി വംശനാശം സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചാവും. വയൽനായ്ക്കനങ്ങ് പോയപ്പോഴത്തേക്കും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വേസ്റ്റ് തീറ്റയുടെ ആശാനെത്തി കേട്ടോ. ഇതേ ഒരു പന്നിക്കുട്ടൻ. പുള്ളി ഇതെൻ്റെ അവകാശമാണെന്നുള്ള ഒരു ഭാവത്തിലാട്ടോ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. അവനെ കണ്ടപ്പോഴത്തേക്കും വലിയ വഴക്കിനൊന്നും നിൽക്കാതെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സമാധാനപ്രിയരായ ആ കഴുകന്മാരങ്ങ് മാറിക്കൊടുത്തെന്ന് പറഞ്ഞാൽ അമാരും വിട്ടേച്ച് പോകാൻ ഉദ്ദേശമൊന്നുമില്ല. പന്നിക്കുള്ള സ്പേസ് കൊടുത്തെന്ന് മാത്രം. മ്ലാവ് ചത്ത് കിടക്കുന്നത് ഒരു കട്ട ചെളിക്കാത്ത കേട്ടോ. നമ്മുടെ പന്നിക്കുട്ടന് പറ്റിയ ഒരു അന്തരീക്ഷമാണ്. അതിനകത്ത് ഇനി കാര്യമായ ഒന്നും തന്നെ ബാക്കിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കൂടെ ഉണ്ടായിരുന്ന 2-3 കഴുകന്മാർ പറന്നു പോയി കേട്ടോ. ഇനി ബാക്കി 2 വിടാൻ ഉദ്ദേശമില്ല. എന്നാൽ പന്നിക്കുട്ടനാണെങ്കിൽ ഇത് എൻ്റെ ആണെന്നുള്ള ഭാവത്തിൽ അതിനകത്ത് നിന്ന് എന്തൊക്കെയോ തപ്പിപ്പറിച്ച് കഴിച്ച് തിന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ കാടിൻ്റെ ആ വന്യഭാവത്തെ അവിടെ വിട്ടിട്ട് കൂടുതൽ വന്യത തേടി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം വൈൽഡ് ലൈഫ് ഇൻഡ്യൂസിയാസ്റ്റുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ട്രാവൽ വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പുതിയൊരു പരിപാടി തുടങ്ങിയതിനകത്ത് ഉള്ളൊരു എപ്പിസോഡാണിത്. നമ്മുടെ നാനാച്ചി ട്രിപ്പ്. കൂടെയുള്ളവരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താമേ. നമ്മുടെ കാടുകളിലൊക്കെ ധാരാളം കാണപ്പെടുന്നതാണെങ്കിലും സ്പോട്ടഡ് ഡിയേഴ്സ് ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പച്ചപ്പിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെ കാണുന്നത് നല്ല ഭംഗിയാണ്. കുറച്ചു കാലമായിട്ട് നമ്മുടെ കബിനി സഫാരിയെക്കാട്ടിലും കൂടുതൽ സൈറ്റിങ്സ് കിട്ടുന്നത് നാനാച്ചി ഗേറ്റിൽ നിന്നുള്ള സഫാരിക്ക് കേട്ടോ. രണ്ടും നാഗർഹോളയുടെ പാട്ട് തന്നെയാണെങ്കിലും കക്കനക്കോട്ടെ സഫാരിയാണ് പൊതുവെ കബിനി സഫാരി എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ കുട്ട സൈഡിൽ നമ്മുടെ തോൽപ്പെട്ടി സൈഡിൽ നിന്ന് പോകുമ്പോൾ ഉള്ള കുട്ട കഴിഞ്ഞിട്ടുള്ള വരുന്ന ഒരു ഗേറ്റാണ് നാനാച്ചി ഗേറ്റ്. അപ്പോൾ അവിടെ നിന്നുള്ള സഫാരിയിലാണ് ഇപ്പോൾ കൂടുതൽ സൈറ്റിങ്സ് കിട്ടാറുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് ബ്ലാക്ക് പാന്തറൊക്കെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് നാനാച്ചി സഫാരി വന്ന് സൈറ്റിങ്സ് കിട്ടാതെ മടങ്ങേണ്ടി വന്നാൽ പറയരുത് കേട്ടോ. കാരണം നമ്മൾ ഈ നാഗർഹോളയിലാണെങ്കിലും ബന്ദിപ്പൂരാണെങ്കിലും മുതുമല ഏത് സ്ഥലത്താണെങ്കിലും ഒരു സഫാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൈറ്റിങ്സ് കിട്ടും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ കിട്ടാം, പക്ഷേ പിന്നെ നമുക്ക് സൈറ്റിങ്സ് കിട്ടിയേ തീരും. അല്ലെങ്കിൽ ടൈഗറിനെ അല്ലെങ്കിൽ ലെപ്പേർഡിനെ കണ്ടേ തീരുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സഫാരി എടുക്കണം. അപ്പോൾ പൊതുവേ ഒരു 3-4 സഫാരിയൊക്കെ എടുത്താൽ മിക്കവാറും നമുക്ക് ടൈഗർ സൈറ്റിങ്സ് കിട്ടാറുണ്ട് കേട്ടോ. ആ കാട്ടുപോത്ത് കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? പോടാ വീട്ടിൽ പോടാന്നൊരു ഭാവം കേട്ടോ മുഖത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, നമ്മൾ സ്ഥലം കാലിയാക്കിയേ. നമ്മുടെ കാട്ടുപോത്തുകളെ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും കമൻറ്റ് വരാറുണ്ട് അത് കാട്ടുപോത്തല്ല കാട്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ. ഇന്ത്യൻ വൈൽഡ് കവറാണ്, അതിനെയാണ് നമ്മൾ കാട്ടുപോത്തെന്ന് വിളിക്കുന്നത്. ഇത് വീണ്ടും ഒരു കൂട്ടം ആനകൾ. നമ്മൾ മുന്നേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കണ്ടില്ലായിരുന്നോ? അതേ ആനക്കൂട്ടം തന്നെയാണ്. നമ്മളിങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വീണ്ടും അത് റോഡിൻ്റെ സൈഡിലോട്ട് വന്ന് നിൽപ്പുണ്ട്. ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. വേറെയും സഫാരി വാഹനങ്ങൾ വന്ന് കിടക്കുന്നുള്ളതുകൊണ്ട് അത് നിങ്ങൾ ക്രോസ് ചെയ്യാതെ നിൽക്കുകയാണ്. അതോ അവിടെ ഇഷ്ടംപോലെ പുല്ലുള്ളതുകൊണ്ട് തിന്നുകൊണ്ട് നിൽക്കുന്നതാണോ എന്നും അറിയത്തില്ല കേട്ടോ. ആനക്കൂട്ടത്തിൻ്റെ ക്ലോസപ്പ് ഒന്ന് നോക്കിക്കേ, എന്നാ രസമാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ അടുങ്ങി നിൽക്കാറില്ല കേട്ടോ. പൊതുവേ തീറ്റയൊക്കെ തിന്നുമ്പോഴത്തേക്കും പൊതുവേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെതറിയാണ് ആനകൾ നിൽക്കാറ്. ഇതിപ്പം ആ കുട്ടി കൂടെ ഉള്ളതുകൊണ്ടും നമ്മൾ കുറേ പേര് ഇവിടെ സഫാരി വാഹനങ്ങൾ ഇരിക്കുന്നതുകൊണ്ടും ആയിരിക്കണം എല്ലാം കൂടെ അടുങ്ങി നിന്നിട്ട് കുട്ടീനെ അതിന് നടുക്ക് നിർത്തി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്.
ആന ഇത്രയും വലിയ ജീവിയല്ല, ഇതെന്തിനാ മറ്റ് ജീവികളെ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ കടുവ പോലെയുള്ള മൃഗങ്ങൾ ആനയെ അറ്റാക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. കുറേ നേരം ആന ക്രോസ് ചെയ്യുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിന്ന് മടുത്തിട്ട് അവസാനം ഒരു ജീപ്പുകാരൻ പെട്ടെന്ന് മുന്നോട്ടെടുത്ത് പോയതാണ് കേട്ടോ കണ്ടത്. അപ്പോഴേക്കും ആന അതിനെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു സൗണ്ട് ചിന്നവിളിയൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഏതായാലും ജീപ്പ് ഓടിച്ച് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആന ചാർജ് ചെയ്തില്ല, പക്ഷേ ഇഷ്ടക്കേട് പ്രകടമാക്കി നിൽക്കുന്നത് കണ്ടോ. ആനക്കൂട്ടങ്ങൾ നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേതുപോലെ മെല്ലെ അങ്ങ് പിൻവാങ്ങുക കേട്ടോ, ക്രോസ് ചെയ്യാതെ. നോക്കി അവസാനം നിന്ന കുറേ ആനകൾ തിരിച്ചു പോവാം. എന്നാൽ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ആന കണ്ടില്ലേ, തിരിച്ചു പോകുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണേ. അപ്പോഴേക്കും ഇതാ അപ്പുറത്തുനിന്ന് വേറൊരു ജീപ്പ് ഇതേ വരുന്നു. ಎಲ್ಲ ಗಾಡಿ ಕೆಟ್ಟೋಗಿದ್ದು ಗಾಡಿಯಲ್ಲಿ ಕೆಟ್ಟೋಗಿದ್ದು ಮೊದಲು ಗಾಡಿಯಲ್ಲಿ ಕೆಟ್ಟೋಗಿದ್ದು എന്തായാലും ക്രോസ് ചെയ്യണം. ഇയാളെ നമുക്കത് കിട്ടില്ല. നമ്മുടെ സഫാരി വാഹനങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കുറേ വേറെ ജീപ്പുകൾ വന്ന് കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ഒരു നിശ്ചിത പരിധി ദൂരം ഇട്ടിട്ടാണ് നിന്നേക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനകൾക്കൊട്ടും കംഫർട്ടബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതുങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടാണ് മാറ്റിയിട്ടിരുന്നത്. ഇപ്പോൾ ഈ വന്ന വാഹനം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്താ അതിനോട് ചേർന്ന് അടുത്ത് നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആയിരുന്നില്ല. അതാണ് അതുങ്ങൾ ചിഹ്നം വിളിച്ചതും അങ്ങോട്ട് ഓടിപ്പോയതും തിരിച്ച് ചിഹ്നം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തതും എല്ലാവേ. എന്നിട്ട് ഏതായാലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് നിൽക്കുകയാണ്. ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഗ്രൂപ്പ് ലീഡർ, ഒരു ഡോമിനൻ്റ് ഫീമെയിൽ ആണെന്ന് തോന്നുന്നു. കാരണം അതാണ് കൂടുതൽ ചാർജ് ചെയ്തതും ബാക്കി ആനകൾ പോയപ്പോഴും പോകാതെ ധൈര്യം സംഭരിച്ച് അവിടെ നിന്നതും. അപ്പോൾ ഇതെന്തോ ഒരു പ്രത്യേക സൗണ്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കുമാണ് ബാക്കി ആനകൾ പോയത് തിരിച്ചൊക്കെ വന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് തിരിച്ചു പോയതായിരുന്നു. അതുങ്ങളെല്ലാം വീണ്ടും വന്ന് ലൈനായിട്ട് നിൽക്കുകയാണ് ഏത് സമയവും ക്രോസ് ചെയ്യാന്നുള്ള രീതിയിൽ. നമ്മളേതായാലും അധികം വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. ആനകൾ സമാധാനത്തോടെ ക്രോസ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ സഫാരി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് ചെന്നിട്ട് തോൽപ്പെട്ടിയിൽ നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട്. അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ച് വൈകിട്ടാകുമ്പോഴത്തേക്കും തിരുനെല്ലി അമ്പലത്തിൻ്റെ റൂട്ടിൽ ഒരു ചെറിയ ഡ്രൈവൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് നാളെ രാവിലെ വീണ്ടും ഇവിടെ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ JLR സെയിം സഫാരി നാളെ രാവിലെ ഉണ്ട്. ട്രാവൽ വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഇതേ ആശാനിരിക്കുന്നു. പിന്നെ എന്താ എല്ലാവരും പേരെന്ന് പറഞ്ഞു കൊടുക്കണേ. ഋഷികേഷ്, ആകാശ്, ചേട്ടൻ നമ്മുടെ മുതുമലയിലും ഉണ്ടായിരുന്നു. റിജാസ്, അനീഷ്, മനു. ഇത്രയും പേരാട്ടോ എന്നുള്ളത്. അതെ അതെ അതെ. സഫാരി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും അതെ. താങ്ക് യു. നമ്മളപ്പോൾ തിരുനെല്ലി റൂട്ടിൽ ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചായ കൂടി എല്ലാം കഴിഞ്ഞ്. ഈ റൂട്ടിൽ സാധാരണ രാത്രി കാലങ്ങളിൽ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് സൈറ്റിങ്സിന് സാധ്യതയുള്ള റൂട്ട് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അമ്പോ ഇത് നോക്കി, റോഡിന് നടുക്കൂടെ വരുന്ന സാധനം. അമ്പോ ആന റോഡിനോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ. ഏതായാലും ആ ജീപ്പുകാരൻ അവിടെ പരിചയം ഉണ്ടായിരുന്ന ആളായിരുന്നുകൊണ്ടും ആനയും സ്ഥിരം വണ്ടി കണ്ട് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ആന സൈഡിൽ കൂടി നടന്നങ്ങ് പോയി, ജീപ്പ് ഇപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങ് പോയി കേട്ടോ. കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാനോ നിർത്താനോ ഞങ്ങൾ നിന്നുമില്ല, കാരണം ആനയെ പ്രകോപിപ്പിക്കണ്ടല്ലോ. നമ്മളങ്ങനെ നമ്മുടെ ഡ്രൈവെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ആന റോഡിൽ നിന്ന് കയറി പോയിട്ടില്ല കേട്ടോ. അത് റോഡിൽ കൂടെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ മുറിവാലൻ എന്ന് പറഞ്ഞ ഒരു ആനയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്, ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇത് മുറിവാലനാണെങ്കിൽ സാധാരണ ചില സമയങ്ങളിലൊക്കെ ആശാൻ പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് അപ്രോച്ച് ചെയ്യാതെ അതങ്ങ് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നേ. മുന്നേ ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അപ്രതീക്ഷിതമായ റോഡിൽ കണ്ടതുകൊണ്ടാണ് അല്ലെ ചേട്ടൻ ദൂരം നിർത്തി കൊടുത്തതന്നെ. അങ്ങനെ ആനയും കാട്ടുപോത്തുകളൊക്കെ അതിൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. ഒരു ചെറിയ ഷോർട്ട് ഡ്രൈവ് ആയിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും രസമുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നത് നമ്മൾ ഡിന്നർ കഴിക്കുവാണ്. ഇവിടെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് റിസോർട്ടിലെ. അപ്പോൾ നമ്മൾ രാവിലെ വീണ്ടും സഫാരി തുടങ്ങി. രാവിലെ സഫാരി തുടങ്ങിയ സമയത്ത് ചെറിയ ഇരുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായി ഒന്നും അന്നേരം ഷൂട്ട് ചെയ്തില്ല. നമുക്ക് കാര്യമായി സൈറ്റിങ്സ് ഉണ്ടായിരുന്നുമില്ല താനും കേട്ടോ. ഇപ്പം കുറച്ച് വെട്ടമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. സഫാരി 6 മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ ഇവിടുത്തെ.
നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന കാട്ടിൽ മാനുകളെ കണ്ടോ? ഒന്നും രണ്ടെണ്ണമൊന്നുമല്ല, ഒരു വലിയ കൂട്ടം കേട്ടോ. ഒരു ഏരിയ മുഴുവൻ മാനുകളാണ്. ഇത് വേറൊരുത്തൻ, ഒരു മൂങ്ങയാണ്. ബ്രൗൺ ഫിഷ് ഹോളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നനഞ്ഞു കുതിർന്നിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും ഫിഷ് ഹോൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സഫാരി എടുക്കുവാണെങ്കിൽ ഒരു 2-3 സഫാരി എങ്കിലും എടുക്കണമെന്ന് പറയാനുള്ളതിൻ്റെ കാരണം, കാട്ടിൽ നമ്മൾ എത്ര സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും സൈറ്റിങ്സിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ JLR സഫാരി, നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ സഫാരിയൊക്കെ ഒരു സിംഗിൾ സഫാരി തന്നെ 3 മണിക്കൂറോളം സമയം കാട്ടിൽ നമുക്ക് ചിലവഴിക്കാൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ JLR സഫാരികളിലാണ് നമുക്ക് സൈറ്റിങ്സിന് സാധ്യത കൂടുതൽ. ഈ ഗവൺമെൻറ് സഫാരികൾ ബന്ദിപ്പൂരാണെങ്കിലും നാഗർഹോളയിലാണെങ്കിലും അത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മൾ 3 മണിക്കൂറോളം സമയം ഒരു സിംഗിൾ സഫാരിയിൽ ചിലവഴിക്കുന്നുള്ളതുകൊണ്ട് JLR സഫാരികളിൽ സൈറ്റിങ്സിന് സാധ്യത കൂടുതലാണ്. ഇത് ഒരു കൂട്ടം കാട്ടുപോത്തുകളിൽ നിന്ന് മേയുന്നുണ്ടോ? കാട്ടുപോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ഗൗർ, അതായത് പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ഈ വൈൽഡ് ഗൗർ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഇതിനെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് മുതലേ നമ്മുടെ കാടുകളിൽ പോത്ത് വർഗത്തിൽപ്പെടുന്ന കാട്ട് ജീവി ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കാട്ടുപോത്തെന്നാണ് വിളിച്ചു പോന്നുകൊണ്ടിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കാട്ടി എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. കാട്ടി എന്നുള്ളത് വളരെ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് മാത്രം. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, ഇത് പിക്കോളിൻസിൻ്റെയും ഡോട്ട് ഗ്രീൻ്റെയും കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ട്രിപ്പായിരുന്നെന്ന്. ഇതുപോലത്തെ ട്രിപ്പുകൾ ഞങ്ങൾ ഓൾറെഡി കുറേ എണ്ണം ചെയ്തു, ഇനിയും ചെയ്യുന്നതായിരിക്കുമേ. അപ്പം മാസത്തിൽ ഒരെണ്ണമൊക്കെ വെച്ച് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഇതുപോലത്തെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ കാടും പ്രകൃതിയും വന്യമൃഗങ്ങളും ഒക്കെ ചേർന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോസ് തന്നെയായിരിക്കും. ഈ സഫാരി മാത്രമല്ല, ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേ, അതായത് കാടിന് നടുക്ക് പോയി അവിടെ താമസിക്കുന്ന പരിപാടികൾ, അതുപോലെ കാട്ടിലൂടെ നടന്ന് വന്യമൃഗങ്ങളെ കാണുന്ന പ്രോഗ്രാംസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചാനലിൽ കിടപ്പുണ്ട്. ഇനിയും ചെയ്യുന്നത് അങ്ങനത്തെ തന്നെ വീഡിയോസ് ആയിരിക്കുമേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഇനി ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുന്നേ ചെയ്ത വീഡിയോസൊക്കെ സമയം പോലെ കാണാനും പറ്റും കേട്ടോ. ഇതുകൊണ്ട് വീണ്ടും ഒരു മൂങ്ങ, ഇത്തവണ നല്ല വലിപ്പമുള്ളൊരു മൂങ്ങയാണ്. ബ്രൗൺ ഫിഷ് ഹോൾ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ മീൻ കൂമൻ എന്ന് വിളിക്കുന്ന ഒരു മൂങ്ങയാണ്. പ്രധാനമായിട്ടും മീനെ കഴിക്കുന്നതുകൊണ്ടാണ് അതിനെ മീൻ കൂമൻ എന്ന് വിളിക്കുന്നത്. ഇതേ ഒരു സാമ്പാർ ഡിയർ, മ്ലാവ് കിടക്കുന്നുണ്ടോ? ദൂരെ നിന്ന് കുറ്റിക്കാട്ടിൽ കിടക്കുന്നുണ്ടപ്പോഴത്തേക്കും കടുവയാണെന്ന് വിചാരിച്ചത്. കാരണം സാധാരണ സ്ഥിരമായിട്ട് ടൈഗർ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഇതേ. അമ്പോ, ഒടുവിൽ നമുക്ക് കടുവയെ കിട്ടി കേട്ടോ. അതും കുറ്റിക്കാട്ടിനിടെ ഇവിടെ നടന്നു പോവാണേ. ഓ, എന്നാ രസമെന്ന് നോക്കിയേ. പുള്ളി അവിടെ ഇരുന്നു കേട്ടോ. തെളിഞ്ഞ പ്രദേശത്തോട്ട് വരുമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് നടപ്പ് കണ്ടപ്പോഴത്തേക്കും. പക്ഷേ പുള്ളി കുറ്റിക്കാട്ടിൽ തന്നെ ഇരുന്നു. ഏതായാലും നമുക്ക് കാണാം. അപ്പം നല്ല പച്ചപ്പുള്ളതുകൊണ്ടേ പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് കടുവയുടെ ആ നിറം കണ്ടോ? ഓ, നമ്മൾ കടുവകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ ആദ്യം തന്നെ പറയാം, കടുവ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ സിംഹമൊക്കെ പോലെ കൂട്ടമായിട്ടല്ല ജീവിക്കുന്നത്. ആൺകടുവയായാലും പെൺകടുവയായാലും ഒറ്റയ്ക്ക് ജീവിക്കുകയും ഒറ്റയ്ക്ക് ഇരപിടിക്കുകയും ചെയ്യുന്ന ജീവിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഒന്നിൽ കൂടുതൽ കടുവകളെ പലപ്പോഴും ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. അത് 2 സാഹചര്യത്തിലാണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ കടുവകളെ കാണാൻ സാധ്യതയുള്ളത്. ഒന്ന്, കടുവ കുട്ടികളുമായിട്ട് നടക്കുമ്പോൾ, അപ്പോൾ അമ്മ കടുവയുടെ കൂടെ കുട്ടികളെ കാണാം. സബ് അഡൾട്ട് ഒരു 2 വയസ്സ് ആകുന്നത് വരെയൊക്കെ കുട്ടികൾ കൂടെ ഉണ്ടാവും. അപ്പോൾ 2 വയസ്സായ കടുവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ കടുവയെ പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള കടുവകളെയാണ് മിക്കവാറും ഒന്നിൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. പിന്നെ രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ, കടുവ മേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആൺകടുവയും പെൺകടുവയും ഒരുമിച്ച് കാണാറുണ്ട്. ഇങ്ങനെയാണ് കടുവകളെ കൂട്ടമായിട്ട് കാണാറുള്ളൂ. അതല്ലെങ്കിൽ കടുവ എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവി തന്നെയാണ് കേട്ടോ. കടുവകളുടെ ഒരു ആയുസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 15 വർഷമൊക്കെയാണ്. അപ്പം വൈൽഡിൽ ജീവിക്കുന്ന, അതായത് കാട്ടിൽ ജീവിക്കുന്ന കടുവകൾക്കൊക്കെ ഏകദേശം അത്രയൊക്കെയാണ് ആയുസ് വരുന്നത്. അതേസമയം ക്യാപ്റ്റിവിറ്റിയിലുള്ളതൊക്കെയാണ് ചിലപ്പോൾ ഒരു 20 വർഷം വരെയൊക്കെ ജീവിച്ചെന്നിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു 2 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കടുവ മെച്ചൂർഡ് ആകും. ഒരു 2.5-3 വയസ്സിലൊക്കെ ഇത് പിന്നെ തള്ളയുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ടെറിട്ടറി ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് ഇര തേടി കഴിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അതായത് ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതിർന്ന കടുവയായി എന്നർത്ഥം. ഇപ്പോൾ കടുവയുടെ ഇര പിടിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു രീതിയല്ല. എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ പതുങ്ങി ഇരയുടെ മാക്സിമം അടുത്ത് ചെന്നിട്ട് ചാടി വീണ് കഴുത്തിന് പിടിക്കുകയോ അല്ലെങ്കിൽ അടിച്ച് വീഴ്ത്തുകയൊക്കെയാണ് പൊതുവേ ചെയ്യാറ് കേട്ടോ.
ഇത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആനിമൽസിനെയാണ് ഇത് പിടിക്കാൻ ശ്രമിക്കാറ്. വലിയ കാട്ടുപോത്തുകളെയും അല്ലെങ്കിൽ ചിലപ്പോൾ ആനയെ വരെ പിടിക്കാറുണ്ട് കേട്ടോ. വലിയ മ്ലാവുകളെയൊക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുങ്ങളെ പിടിച്ച ശേഷം കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ നല്ല എനർജി ചിലവാക്കേണ്ടതുണ്ട്. അപ്പം കാട്ടുപോത്തിനെയൊക്കെ ഒരുപാട് നേരം കഴുത്തിൽ കടിച്ച് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ടൊക്കെയാണ് ഇതിനെ കൊല്ലുന്നത്. അപ്പോൾ അത്രയും എനർജി ചിലവാക്കേണ്ടതുള്ളതുകൊണ്ട് ഒരുപാട് ഓടിച്ചിട്ട് പിടിക്കാൻ സാധ്യതയില്ല. ഓടിച്ചിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടയേർഡാവും. പിന്നെ ഈ കാട്ടുപോത്തുമൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് ഇത് പൊതുവെ അധിക ദൂരം ചേസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആശാനൊന്ന് എഴുന്നേറ്റ് മെല്ലെ മുന്നോട്ട് നടക്കുകയാണ്. അവിടെ കുറച്ച് തെളിഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വരുവാൻ നോക്കാമേ. ഇവിടെ അല്ലെങ്കിൽ മൊത്തം കുറ്റിക്കാടാണ് കേട്ടോ. പുള്ളിനെ മൊത്തത്തിൽ നമ്മളൊന്നും കണ്ടില്ല. ഏന ലുക്കല്ലേ. അപ്പം കടുവയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ സഫാരിക്ക് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതുണ്ടോ, ഇത് തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ നമ്മൾ കോരി തരിച്ചു പോകുന്ന ഒരു ലുക്കല്ലേ ഇവന്. നമുക്ക് വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റ് ഇട്ട ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ട്രക്കിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്കും കടുവയൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എന്നാ ചെയ്യും, അത് ഭയങ്കര റിസ്ക് അല്ലേ, കടുവ അറ്റാക്ക് ചെയ്യത്തില്ല എന്നൊക്കെ കേട്ടോ. കടുവ പൊതുവേ മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം മനുഷ്യൻ കടുവയുടെ സ്വാഭാവിക ഇരയുടെ ലിസ്റ്റിൽ പെടുന്നതല്ല. എന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ മാത്രമേ കടുവ തിന്നു എന്നുള്ളതല്ല കേട്ടോ. കടുവ പൊതുവേ മനുഷ്യനെ അറ്റാക്ക് ചെയ്തില്ല. മനുഷ്യനെ കടുവയ്ക്കും പേടിയാണെന്നുള്ളതാണ് കേട്ടോ വാസ്തവം. അപ്പോൾ പ്രത്യേകിച്ച് കൂട്ടമായിട്ടൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറിപ്പോവാറാണ് പതിവ്. അപ്പോൾ കടുവ മനുഷ്യരെ കൊല്ലുന്നതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും രണ്ട് കാരണത്താലാണ്. ഒന്ന്, മുറിവേറ്റ കടുവയൊക്കെ ആണെങ്കിൽ അതിന് ഇര പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന എന്തിനേയും പിടിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മനുഷ്യനെ നേരെ തിരിയാറ്. അതല്ലെങ്കിൽ വയസ്സായ ശേഷം ഇര പിടിക്കാനൊന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഈസി പ്രേ മനുഷ്യനാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്ന കടുവകൾ മാത്രം കേട്ടോ പിന്നെ മനുഷ്യർക്ക് നേരെ തിരിയാറുള്ളത്. അപ്പോൾ അങ്ങനെയല്ലാത്ത ഏത് സാഹചര്യത്തിലും മനുഷ്യനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവ മാറിപ്പോകാറാണ് പതിവ്. നമുക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പറമ്പിക്കുളം ട്രക്കിങ്ങിലൊക്കെ നമ്മൾ നേരിട്ട് കടുവയെ കണ്ടിട്ടുണ്ട്. നമ്മളെ ട്രക്കിംഗ് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ. പക്ഷെ നമ്മളെ കണ്ടതങ്ങ് മെല്ലെ മാറിപ്പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരുപാട് തവണ ഗൈഡുമാരുടെയും വാച്ചർമാരുടെയൊക്കെ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുവകളെയൊക്കെ കണ്ട് യാത്ര തുടരുവാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സന്തോഷിയേട്ടനാണ്. നാനാച്ചിയിലെ പ്രശസ്തനായ ഡ്രൈവറാണ്, JLR ഡ്രൈവറാണ് സന്തോഷിയേട്ടൻ. മലയാളിയാണ്. പുള്ളിയുടെ കൂടെ ട്രിപ്പ് പോയാലത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി നമുക്ക് പറഞ്ഞു തരുവേ. അപ്പോൾ നമ്മൾ കടുവകളെ പറ്റി പറഞ്ഞപ്പം വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കടുവ, കാട്ടുപോത്ത്, മ്ലാവ് അങ്ങനെയുള്ള വലിയ ആനിമൽസിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കഴിച്ച് തീർക്കാറില്ല. തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ കൊല്ലുന്ന സമയത്ത് തന്നെ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ആദ്യം കഴിക്കുന്നത്. പിന്നെ അവിടെ കിടന്ന് പതിയെ അഴുകി തുടങ്ങുമ്പോഴേക്കും കേട്ടോ കടുവ കഴിച്ചു തുടങ്ങുന്നത് ശരിക്കും. പിന്നെ ഒരാഴ്ചയൊക്കെ അടുത്ത് വലിയ കാട്ടുപോത്തൊക്കെയാണ് 1-1.5 ആഴ്ച കൊണ്ടൊക്കെയാണ് ഇത് കഴിച്ച് തീർക്കാറ്. അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 20 കിലോ മാംസം വരെയൊക്കെയാണ് ഒരു കടുവ കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും മിക്കവാറും ഒരു കില്ല് കടുവ ചെയ്യുന്നത്. കാരണം ഒരു കില്ല് നടത്തി കഴിഞ്ഞാൽ ഒരു 1-1.5 ആഴ്ച 8-10 ദിവസം കഴിക്കാനുള്ളത് അതിന് കിട്ടും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ കാട്ടുപോത്തിനെ കൊന്നിട്ട് പകുതി കഴിച്ചിട്ടിട്ടേക്കുന്നത്, അല്ലെ കഴിച്ചുകൊണ്ടിരുന്ന് ഞങ്ങളെ കണ്ടിട്ട് കടുവ ഓടി മാറിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പറമ്പിക്കുളത്ത് വെച്ച് ഒരു ട്രക്കിങ്ങിനിടയ്ക്ക്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അതുപോലെ തന്നെ കടുവകൾ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരയൊന്നും തേടാൻ വയ്യാതെ വരുമ്പോൾ കാടിനുള്ളിലൊക്കെ ആണെങ്കിൽ, ഗ്രാമപ്രദേശങ്ങളോടൊക്കെ ചേർന്ന സ്ഥലങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞാൽ, ഗ്രാമത്തിൽ ഇറങ്ങിയിട്ട് പശുക്കളെയോ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ പിടിക്കാൻ ശ്രമിക്കും. അതല്ല ഉൾക്കാട്ടിലൊക്കെ ആണെങ്കിൽ പട്ടിണി കിടന്ന് ചാവാറാണ് കേട്ടോ പതിവ്. കാരണം അതുങ്ങൾക്ക് സ്വന്തമായിട്ട് ഹണ്ട് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ചാവുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആനിമലാണ് കടുവ എന്നുള്ളത്. അപ്പോൾ ആനയുടെയും കടുവയുടെയും കഥകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ സഫാരി ഏകദേശം കഴിയാനായി. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതുപോലത്തെ തന്നെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതുമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മസായിമാരെ വീഡിയോസൊക്കെ ഉടനെ തന്നെ വരാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.